വീട്ടിലെ ഫ്രിഡ്ജിനടിയിൽ ഒരു അതിഥി കയറിക്കൂടി. വീട്ടുകാരാകെ പേടിച്ചു. വനം വകുപ്പിൽ വിവരമറിയിച്ച ഈ അതിഥിയെ പിടികൂടിയ ശേഷമാണ് വീട്ടുകാർക്ക് ശ്വാസം നേരെ വീണത്. അതിഥി ആരെന്ന് ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായി. ഫ്രിഡ്ജിനടിയിൽ കയറി കൂടിയാൽ ഒരു ചില്ലറക്കാരനല്ല എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. രാജവെമ്പാലയാണ് ആള്. രാഹുൽ കെവിയുണ്ട് ഒപ്പം. രാഹുൽ, ഗുഡ് മോർണിംഗ്. ആള് ചില്ലറക്കാരനല്ല എന്ന ദൃശ്യങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി. ചൂടൊക്കെ ആയതുകൊണ്ട് ഒന്ന് തണുപ്പിക്കാൻ ഉള്ള ഉദ്ദേശമായിരുന്നിരിക്കും. ഫ്രിഡ്ജെങ്ങാനും തുറന്നിരുന്നെങ്കിൽ, അതിന്റെ ഉള്ളിൽ കയറിയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ അവസ്ഥ? രാഹുൽ, മോത്തി, ഗുഡ് മോർണിംഗ്. അതിഥി എന്നത് വളരെ ബഹുമാനത്തോടെ നമ്മൾ പറയുന്നതാണ്. പക്ഷെ വളരെ ഡേഞ്ചറായ ഒരു ആളാണ് ആ വീട്ടിനകത്തേക്ക് കയറി വന്നതെന്നാണ്. വീട്ടുകാരും കണ്ടില്ല ഇങ്ങനെ ഒരാളിങ്ങനെ കയറി വരുന്നൊരു കാര്യം. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫ്രിഡ്ജിന് ഇപ്പുറത്ത് തന്നെ അവരുടെ ടി വി കൂടി ഉണ്ട്. ടി വിൻ്റെ മുകളിൽ കയറി പൂച്ചയുണ്ട്, വീട്ടിൽ വളർത്തുന്ന പൂച്ച ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഭാഗത്തേക്ക് നോക്കിയിട്ട് കരയുന്നു. തുടർച്ചയായി കരയുന്നത് വീട്ടുകാർ കാണുന്നു. അങ്ങനെ ഫ്രിഡ്ജിൻ്റെ സ്ഥലത്തേക്ക് നോക്കുമ്പോഴാണ് ഫ്രിഡ്ജിനടിയിൽ ഇങ്ങനെ പാമ്പ് കയറി കൂടിയൊരു കാര്യം കാണുന്നത്. ചെറിയ ആളൊന്നുമല്ല, ചേരയോ ഒക്കെ ആയിരുന്നെങ്കിൽ അത്രയെങ്കിലും ആശ്വാസം എന്ന് പറയാമായിരുന്നു. പക്ഷേ ഇതൊരു രാജവെമ്പാല തന്നെയാണ്. വീട്ടുകാർ വല്ലാതെ പരിഭ്രമിച്ചു. അങ്ങനെയാണ് വനം വകുപ്പിൽ വിവരം അറിയിക്കുന്നത്. പിന്നെ ആ പെരുവണ്ണാമൂഴി വനം വകുപ്പിൽ ഒരു ഫോണിൽ വിളിച്ചു. വനം വകുപ്പിൻ്റെ പാമ്പ് പിടുത്തക്കാരൻ നേരെ എത്തി. അദ്ദേഹം വന്നു. ഈ പാമ്പിനെ പിടികൂടിയ സമയത്ത് മാത്രമാണ് ഈ വീട്ടുകാർക്ക് ശ്വാസം നേരെ വീണത് എന്നുള്ളതാണ്. കാരണം രാജവെമ്പാല അത്രയും വിഷമേറിയ പാമ്പാണ്. വീട്ടിനകത്തേക്ക് കയറി കൂടിയാലുണ്ടാകുന്നൊരവസ്ഥ, ഇപ്പോൾ നമ്മുടെ വീട്ടിനകത്ത് ഒരു ചേരയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പാമ്പോ ഏതെങ്കിലും ഒരു ഇഴജന്തു കയറി കൂടിയാലുണ്ടാകുന്നൊരവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ വീട്ടുകാരെ സംബന്ധിച്ച് വലിയ ഭയമുണ്ടായൊരു സാഹചര്യമായിരുന്നു. ശരി രാഹുലെ, രാഹുലും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് ഇത്തരം അതിഥികളൊക്കെ വീട്ടിലേക്ക് ചോദിക്കാതെയും പറയാതെയും കയറി വന്നു കളയും എന്നുള്ളൊരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കണം. പ്രത്യേകിച്ചും ഈ ചൂട് സമയത്ത് അകത്തേക്കൊക്കെ കയറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ കരുതലോടുകൂടി എല്ലാവരും ഇരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു കേട്ടോ.